ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദിൽനാസ് saw her mother lying still on the floor. She called her loudly and shook her. ദിൽന അവളുടെ അമ്മ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടല്ലേ. She called her loudly and shook her. അവൾ ഉറക്കെ വിളിച്ചുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത്? ഷുക്ക് ഹർ, അമ്മയെ കുലുക്കുകയാണ് അല്ലേ. ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ കുലുക്കുക. ഷെയ്ക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? ഷുക്ക് അല്ലേ, കുലുക്കി. ബട്ട് മദർ ഡിഡിൻ ആൻസർ, പക്ഷേ എന്താണ്, അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇൻസ്റ്റെഡ് ഓഫ് ബീങ് പാനിക്ഡ്, ദിൽന കോൾ ദ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ. പാനിക് ആവാണ്ട് അവൾ എന്താ ചെയ്തത്? യെസ്, ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചു അല്ലേ. ഹെൽപ്പ് ലൈൻ നമ്പർ 101. ദ ഫയർമാൻ കെയിം, ഫയർമാൻമാർ വന്നു. ദേ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ അവരെന്ത് ചെയ്ത്? ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു അല്ലേ. ആഫ്റ്റർ റിക്കവറി ദിൽനാസ് മദർ ജോട്ടഡ് ഹെർ ഫീലിങ്സ് ഹെർ ഡയറി. അപ്പോൾ അതിനുശേഷം അവളുടെ ദിൽനാസ് മദർ അല്ലേ, ആഫ്റ്റർ റിക്കവറി ദിൽനാസ് മദർ അവളുടെ ഫീലിങ്സ് എല്ലാം അവളുടെ ഡയറിയിൽ എഴുതുകയാണ്. അതായത് ആ അമ്മ അവരുടെ ഫീലിങ്സ് ഡയറിയിൽ എഴുതുകയാണ്. റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. അപ്പോൾ ആ ഡയറി എൻട്രി നിങ്ങളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 8-year-old ദിൽന സേവ്ഡ് ഹെർ മദർ who fell unconscious by calling the helping number 101. Next day her class teacher had conversation with her about the incident. Complete the conversation. എന്താണ്? യെസ്, 8-year-old ദിൽന, 8 വയസ്സുള്ള ദിൽന എന്താണ്, അവളുടെ മദറിനെ, അൺകോൺഷ്യസ് ആയി കിടന്നിരുന്ന മദറിനെ ഹെൽപ്പ് നമ്പറായ 101ലേക്ക് വിളിച്ച് രക്ഷപ്പെടുത്തിയല്ലേ. നെക്സ്റ്റ് ഡേ ഹെർ ക്ലാസ് ടീച്ചർ ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് ഹെർ അബൌട്ട് ദ ഇൻസിഡൻറ്റ്. അപ്പോൾ ആ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ദിവസം ക്ലാസ് ടീച്ചറുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ് അല്ലേ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ, ആ കോൺവെർസേഷൻ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ. ടീച്ചർ ഗുഡ് മോർണിംഗ് ദിൽന. ദിൽന എന്തായിരിക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ടീച്ചർ ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൻ ടു യുവർ മദർ യെസ്റ്റർഡേ. നിൻ്റെ അമ്മയ്ക്ക് എന്താ നല്ല സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണല്ലേ. അപ്പോൾ നോക്കൂ. ആൻഡ് ദെൻ വാട്ട് ഡിഡ് യു ഡു? ഐ കോൾഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 101 അല്ലേ. ഹൗ ഡിഡ് യു ഹെൽപ്പ് യു? ഹൗ ഡിഡ് ദേ ഹെൽപ്പ് യു? അവരെങ്ങനെയാണ് നിന്നെ സഹായിച്ചത്? വൂ ടോട്ട് യു കോൾ 101? ആരാണ് നിന്നെ ആ 102ലേക്ക് വിളിപ്പിക്കാൻ പഠിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. ദെൻ ലാസ്റ്റ് ടീച്ചർ വെരി ഗുഡ്, യു ഡിഡ് എ ഗ്രേറ്റ് തിങ്, താങ്ക് യു ടീച്ചർ. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഡു യു സി? ഡിസ്ക്രൈബ്, ഡിസ്ക്രിപ്ഷൻ ആണല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ കാണാൻ സാധിക്കുന്നത് അത് എഴുതുക. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. ഡിൽന ഹാഡ് സെർവ്ഡ് ഹെർ മദർ who fell unconscious by calling the helpline number 101. ദിൽന അവളുടെ മദറിനെ, അൺകോൺഷ്യസ് ആയി കിടന്നിരുന്ന മദറിനെ ഹെൽപ്പ് ലൈൻ നമ്പറായി 102ലേക്ക് വിളിച്ച് രക്ഷപ്പെടുത്തി. ദ ഹെഡ് മാസ്റ്റർ ആൻഡ് ടീച്ചേഴ്സ് ഓഫ് ഹെർ സ്കൂൾ ഡിസൈഡ് ടു ഓർഗനൈസ് എ മീറ്റിംഗ് അപ്രിഷിയേറ്റ് ദിൽന ഫോർ ഹെർ കറേജ് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ്. അപ്പോൾ എന്ത് ചെയ്യാണ്? അവളുടെ ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ വെച്ചിട്ട് ഡിസൈഡ് ചെയ്തു, ഒരു ഓർഗനൈസ് മീറ്റിംഗ്, അപ്രീഷിയേറ്റ്, ഒരു മീറ്റിംഗ് അല്ലേ. ആരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ? ദിൽനേൻ്റെ ആ കറേജും അവളുടെ ധൈര്യവും പ്രസൻസ് ഓഫ് മൈൻഡൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോട്ടീസിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഒരു നോട്ടീസ് തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.